കഴിഞ്ഞ തവണത്തെ UDF അനുകൂല തരംഗമില്ല. 6 സീറ്റുകൾ വരെ LDF നേടും. ലോക് പോൾ മെഗാ സർവേ ഫലം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF വിജയം പ്രവചിച്ച് ലോക് പോൾ മെഗാ സർവേ. അതേസമയം കഴിഞ്ഞ തവണത്തെ പോലെ UDF തരംഗം ഇല്ലെന്നും LDF 6 സീറ്റിൽ കുറയാതെ വിജയിക്കുമെന്നും സർവേ വ്യക്തമാക്കും. കോട്ടയം, ആലപ്പുഴ, തൃശൂർ, ആലത്തൂർ, വടകര, കണ്ണൂർ എന്നീ മണ്ഡലങ്ങളാണ് LDF വിജയിക്കുക. പത്തനംതിട്ടയിൽ കട്ടയ്ക്കാണ് മത്സരം. ബാക്കി മണ്ഡലങ്ങൾ UDF തൂത്തുവാരുമെന്നും BJP ഇത്തവണയും കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും സർവേയിൽ പറയുന്നു. ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും 1350 പേരിൽ നിന്നാണ് സർവേ ടീം അഭിപ്രായം തേടിയത്. 2019 20-ൽ 19 UDF ആയിരുന്നു നേടിയിരുന്നത്. അന്ന് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നിർണായകമായിരുന്നുവെങ്കിൽ ഇത്തവണ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണ് LDFന് തിരിച്ചടിയാവുക. മധ്യവർഗ വോട്ടർമാരിലും താഴെ തട്ടിലുള്ള വോട്ടർമാരിലും എല്ലാം ഈ വികാരം ഉണ്ടെന്നുള്ളതാണ് സർവേയുടെ കണ്ടെത്തൽ. മണിപ്പൂർ കലാപം, ഉത്തരേന്ത്യയിലെ സംഘപരിവാർ അതിക്രമം എന്നിവ കാരണം ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ കയറിക്കൂടാനുള്ള BJP ശ്രമം പരാജയപ്പെടും. തൽഫലമായി പഴയതുപോലെ ക്രിസ്ത്യാനികൾ കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ മൂന്നാമതും സർക്കാർ രൂപീകരിക്കുന്നതിനെ മുസ്ലിങ്ങളും ഭയപ്പെടുന്നുണ്ട്. ഇതും UDFന്റെ വോട്ടിൽ പ്രതിഫലിക്കും എന്നാണ് സൂചന. അതേസമയം കർണാടകയിൽ BJPക്ക് 11 മുതൽ 13 സീറ്റ് വരെയും കോൺഗ്രസിന് 15 മുതൽ 17 സീറ്റ് വരെയുമാണ് സർവേ പ്രവചിക്കുന്നത്. തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഇത്തവണയും മുഴുവൻ സീറ്റും തൂത്തുവാരുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ 20-25 സീറ്റുകൾക്കപ്പുറം BJP നേടുകയില്ലെന്നും സർവേയിൽ പറയുന്നു. അതാകട്ടെ കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമാണെന്നും സർവേയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ BJP പ്രകടന പത്രിക സങ്കൽപ് പത്ര പുറത്തിറക്കി. മോദിക്ക് ഗ്യാരണ്ടി എന്ന ടാഗ്ലൈനോടെയാണ് BJPയുടെ പ്രകടന പത്രിക. ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ഇന്നലെ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുടെയും മറ്റ് മുതിർന്ന നേതാക്കളുടെയും സാന്നിധ്യത്തിൽ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഇന്ത്യയെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുകയാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നതെന്ന് BJP പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി, രാജ്യത്തെ പുതിയ വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും, ഏക സിവിൽ കോഡ് നിയമം നടപ്പാക്കും, അഴിമതിക്കെതിരെ കടുത്ത നടപടി തുടരും തുടങ്ങി നിരവധി കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.